കാത്തിരുന്ന് അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തിയിട്ടോ. അപ്പൂസിന്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ നാട്ടിലേക്ക് ട്രാവൽ ചെയ്യേണ്ടി വന്നതിൽ അവന് ഇത്തിരി വിഷമമുണ്ടായിരുന്നു. നാട്ടിലേക്ക് വരുന്നില്ല എന്നൊക്കെ മാക്സിമം പറഞ്ഞു നോക്കി. ഫ്ലൈറ്റിൽ വെച്ചിട്ട് വേറൊരു സംഭവം ഉണ്ടായിട്ടോ. ഖത്തർ എയർവേസിലാണ് നമ്മൾ ട്രാവൽ ചെയ്തത്. അപ്പൂസിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഖത്തർ എയർവേസിന്റെ ക്രൂ മെമ്പേഴ്സിന്റെ വക അവനൊരു സർപ്രൈസ് ട്രീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ ആകാശത്ത് വെച്ചിട്ട് ഒരു ബർത്ത്ഡേ സർപ്രൈസ് കിട്ടുന്ന അവൻ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല. ശരിക്കും അവൻ ആ സമയത്ത് യാത്രയുടെ നല്ല ക്ഷീണത്തിലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് വിളിച്ച് ഇങ്ങനെ ഒരു ട്രേ ഒക്കെ കൊടുത്തപ്പോൾ എന്താ നടക്കണേന്ന് മനസ്സിലാവാൻ അവന് കുറച്ച് സമയം എടുത്തു. പിന്നെ ബർത്ത്ഡേ സോങ് ഒക്കെ പാടിക്കഴിഞ്ഞപ്പോഴാണ് ആശാനൊന്ന് ഓണായി വന്നത്. നമ്മൾ ബോർഡ് ചെയ്യുന്ന സമയത്തെ നമ്മൾ വെൽക്കം ചെയ്യാൻ നിൽക്കുന്ന എയർ ഹോസ്റ്റസ്മാരില്ലേ, അതിലൊരാൾ ഇവരോട് നല്ലതായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കാഷ്വലായിട്ട് പറഞ്ഞതാണ് ഇവൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ളത്. പക്ഷെ ഇവരിൽ അത് ആരുടെ ബർത്ത്ഡേ ആണ്, അവരുടെ പേരെന്താണെന്നൊന്നും ഞാൻ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവരത് ഓർത്ത് വെച്ച് അവരുടെ ഫ്ലൈറ്റ് ഡീറ്റെയിൽസിനകത്തുനിന്ന് പേരൊക്കെ എടുത്ത് നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് ട്രീറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സോണിലുള്ള ക്യാബിൻ ക്രൂ മെമ്പേഴ്സും തൊട്ട് ഫ്രണ്ടിലെ സോണിലുള്ള ക്യാബിൻ ക്രൂ മെമ്പേഴ്സും ഒക്കെ കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു ട്രീറ്റ് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തതും ഇവന് പ്രസന്റ് ചെയ്തതും. ബർത്ത്ഡേ ട്രീറ്റിന് പുറമെ ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സിന് മുഴുവനും നല്ല ടേസ്റ്റ് ഉള്ള ഒരു അടിപൊളി സ്പെഷ്യൽ കോക്ടെയിലും അവർ തന്നിരുന്നു. ട്രീറ്റ് ഡെക്കറേറ്റ് ചെയ്തത് നമ്മുടെ LED ലൈറ്റ് പോലത്തെ ഒരു കാൻഡിൽ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. എ ഹാർട്ട്ഫുൾ താങ്ക്സ് ടു ഖത്തർ എയർവേസ് ഫോർ മേക്കിംഗ് ഋത്വിക്സ് ബർത്ത്ഡേ truly unforgettable. A surprise that soared beyond expectations and created memories to last a lifetime.